നമ്മൾ ന്യൂ NCERTയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് വരുന്ന ചാപ്റ്റേഴ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കേണ്ട ചാപ്റ്റർ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. നമുക്ക് നോക്കാം. ലിംഗപദവിയും ലിംഗഭേദവും വ്യത്യസ്തമായ ആശയങ്ങളാണ്. ലിംഗപദവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം വ്യക്തിയിൽ നിക്ഷിപ്തമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 2023 ആഗസ്റ്റ് 8 പുറപ്പെടുവിച്ച ഒരു നിരീക്ഷണത്തെ പറ്റിയുള്ള വാർത്തയാണിത്. ഈ വാർത്തയിൽ നിന്ന് എന്തെല്ലാമാണ് ശ്രദ്ധയിൽപ്പെട്ടത്? അപ്പോൾ ലിംഗപദവി, ലിംഗഭേദം എന്നീ പദങ്ങൾ രണ്ടാണ് എന്നാണ് കോടതി പറയുന്നത്. ഓരോരോ ഔദ്യോഗിക രേഖകളിലും ഇത് വ്യത്യസ്തമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. വിവിധ തിരിച്ചറിയൽ രേഖകളിൽ ലിംഗപദവി, ലിംഗഭേദം എന്നീ വാക്കുകൾ മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ മറ്റ് ചില തിരിച്ചറിയൽ രേഖകളിൽ, അപേക്ഷാ ഫോറങ്ങളിലും ഇതിനു പകരമായി ആൺ, പെൺ, മറ്റുള്ളവർ എന്നാണ് പ്രയോഗിച്ചു വരുന്നത്. നമുക്ക് നോക്കാം. ലിംഗഭേദവും ലിംഗപദവിയും. സെക്സ് ആൻഡ് ജെൻഡർ. ലിംഗഭേദം എന്നത് സെക്സ്, ലിംഗപദവി, ജെൻഡർ. പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് നൽകിയിരിക്കുന്ന വാർത്തയിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ലിംഗഭേദവും ലിംഗപദവിയും വ്യത്യസ്തമായ ആശയങ്ങളായാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആണെന്നും പെണ്ണെന്നും വേർതിരിക്കുന്ന ജീവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ലിംഗഭേദം. ക്രോമസോമുകൾ, ശരീരഘടന, ഹോർമോണുകൾ, പ്രത്യുൽപാദന വ്യവസ്ഥ, മറ്റു ശാരീരിക ഘടകങ്ങൾ എന്നിവയിൽ ആണിനും പെണ്ണിനുമുള്ള വ്യത്യാസങ്ങളാണ് ലിംഗഭേദം എന്ന പദം സൂചിപ്പിക്കുന്നത്. ലിംഗപദവി എന്നത് പ്രത്യേക സാമൂഹിക സന്ദർഭങ്ങളിലൂടെ പുരുഷൻ, സ്ത്രീ എന്നീ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നു. ഉദാഹരണമായി, ചില സമൂഹങ്ങളിൽ പിങ്ക് നിറം സ്ത്രീകൾക്കുള്ള നിറമെന്നും നീല നിറം പുരുഷന്മാർക്കുള്ള നിറമെന്നും പരിഗണിക്കുന്നു. ഇതിന് യാതൊരു ജൈവിക കാരണങ്ങളുമില്ല. ഇത് കാലങ്ങളായുള്ള സാമൂഹിക സമ്പ്രദായമായി നിലനിൽക്കുന്നതാണ്. ലിംഗപദവി ജീവശാസ്ത്രപരമോ സ്ഥിരതയോ ഉള്ളതല്ല. സാമൂഹിക ഇടപെടലുകളിലൂടെ ആർജിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ്. അതായത് ലിംഗപദവി ഒരു സാമൂഹിക നിർമ്മിതിയാണ്. ലിംഗപദവി എന്നത് ലിംഗഭേദത്തിനപ്പുറമുള്ള ഒരാശയമാണ്. ഓരോ സമൂഹവും പുരുഷൻ, സ്ത്രീ എന്നീ ലിംഗപദവികളുമായി ബന്ധപ്പെട്ട് ചില പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഉദാഹരണമായി, ആൺകുട്ടികൾക്ക് കളിത്തോക്കുകളും പെൺകുട്ടികൾക്ക് പാവകളുമാണ് അനുയോജ്യമായ കളിപ്പാട്ടങ്ങളെന്ന ധാരണ പൊതുവിൽ നിലനിൽക്കുന്നതായി നിരീക്ഷിക്കാം. ഇതുപോലെ വ്യക്തികൾ സമൂഹത്തിൽ നിന്ന് ലിംഗപദവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും സാമൂഹീകരണത്തിലൂടെ ആർജിച്ചെടുക്കുന്നു. ഇവ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും. അതോടൊപ്പം ഇവയ്ക്ക് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ലിംഗഭേദം അനുസരിച്ച് സമൂഹം പ്രതീക്ഷിക്കുന്ന ലിംഗപദവി ആയിരിക്കില്ല എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുക. ചിലർ ലിംഗഭേദവുമായി പൊരുത്തപ്പെടാത്ത ലിംഗപദവിയുള്ള മനുഷ്യരായിരിക്കും. അത്തരത്തിൽ സമൂഹം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ലിംഗപദവിയുള്ളവരാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ. അപ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനനസമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനനസമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ഇവിടെ സാമൂഹീകരണം എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ജനനം മുതൽ ജീവിതകാലം മുഴുവനും തുടരുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹീകരണം. കുഞ്ഞുങ്ങൾക്ക് അവർ ജനിക്കുന്ന സമയത്ത് സമൂഹത്തെക്കുറിച്ചോ സാമൂഹിക പെരുമാറ്റത്തെക്കുറിച്ചോ അറിവുണ്ടാവുകയില്ല. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നതിനായി ആ സമൂഹത്തിന്റെ മൂല്യങ്ങളും വഴക്കങ്ങളും അവർ പഠിച്ചെടുക്കുന്നു. ഈ പഠിച്ചെടുക്കൽ പ്രക്രിയയാണ് സാമൂഹീകരണം. അപ്പോൾ ലേണിംഗ് പ്രോസസ്സാണ്. ഒരു കുഞ്ഞ് വളർന്നു വലുതാവുന്നത് മുതൽ ആ സമൂഹത്തെക്കുറിച്ചുള്ള മൂല്യങ്ങളും വഴക്കങ്ങളും ഒക്കെ പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്നറിയപ്പെടുന്നത്. ലിംഗഭേദം നമ്മെ ജീവശാസ്ത്രപരമായി ആണെന്നോ പെണ്ണെന്നോ തരംതിരിക്കുന്നു. ലിംഗപദവി നമ്മളിൽ പുരുഷത്വം അല്ലെങ്കിൽ സ്ത്രീത്വം നിർമ്മിച്ചെടുക്കുന്നു. പുരുഷൻ, സ്ത്രീ എന്നിവരിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റങ്ങളെയാണ് പുരുഷത്വം, സ്ത്രീത്വം എന്നീ പദങ്ങൾ സൂചിപ്പിക്കുന്നത്. പുരുഷൻ കരുത്തിന്റെ പ്രതീകമാണെന്നും സ്ത്രീ വാത്സല്യത്തിന്റെ പ്രതീകമാണെന്നും കരുതുന്നത് ഇതിനുദാഹരണമാണ്. പുരുഷന്മാർ കരയാൻ പാടില്ല എന്നും സ്ത്രീകൾ കൂടുതൽ വൈകാരികതയുള്ളവരുമാണെന്നും കരുതുന്നത് മറ്റൊരു ഉദാഹരണമാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ എന്തൊക്കെ? ലിംഗഭേദം ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതിനാൽ അത് ആരോപിത പദവിയാണ്. ലിംഗപദവി ഒരു ആർജിത പദവിയാണ്. അത് നമ്മൾ ജീവിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് പഠിച്ച് രൂപപ്പെടുത്തുന്നതാണ്. ആരോപിത പദവിയും ആർജിത പദവിയും. ജനനത്താൽ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയാണ് ആരോപിത പദവി. പ്രായം, വംശം, ലിംഗഭേദം തുടങ്ങിയ ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാനാവാത്ത കാര്യങ്ങൾ ആരോപിത പദവികൾക്ക് ഉദാഹരണങ്ങളാണ്. വ്യക്തികൾ സ്വന്തം കഴിവിലൂടെയും തെരഞ്ഞെടുപ്പുകളിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണ് ആർജിത പദവി. വിദ്യാഭ്യാസ യോഗ്യത, വരുമാനം, തൊഴിൽ വൈദഗ്ധ്യം തുടങ്ങിയവ ആർജിത പദവിക്ക് ഉദാഹരണങ്ങളാണ്. കാലക്രമേണ സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കാവുന്നവയാണവ. ലിംഗപദവി സാമൂഹിക ഇടപെടലുകളിലൂടെ പഠിച്ചെടുത്ത് ശക്തിപ്പെടുത്തുന്നതുകൊണ്ടാണ് അതൊരു ആർജിത പദവിയാകുന്നത്. ലിംഗപദവി ആർജിത പദവിയാകുന്നത് അതൊരു സാമൂഹിക ഇടപെടലുകളിലൂടെ പഠിച്ചെടുത്ത് ശക്തിപ്പെടുത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ ജനനത്താൽ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയാണ് ആരോപിത പദവി.
ഉദാഹരണം പ്രായം, വംശം, ലിംഗഭേദം തുടങ്ങി ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാനാകാത്ത കാര്യങ്ങൾ വ്യക്തികൾ സ്വന്തം കഴിവിലൂടെയും തിരഞ്ഞെടുപ്പുകളിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണ് ആർജിത പദവി. ഉദാഹരണം വിദ്യാഭ്യാസ യോഗ്യത, വരുമാനം, തൊഴിൽ വൈദഗ്ധ്യം എന്നിവ. ലിംഗപദവി ഒരു ആർജിത പദവിയാണ്. ഇവിടെ പട്ടിക കൊടുത്തിട്ടുള്ള ലിംഗഭേദം, ലിംഗപദവി. ജീവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ലിംഗഭേദം, അതായത് സെക്സ്. ലിംഗപദവി ജെൻഡർ, സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നു. അതാണ് ലിംഗപദവി അഥവാ ജെൻഡർ. ലിംഗഭേദത്തിൽ നിന്ന് ലിംഗപദവി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നാം ചർച്ച ചെയ്തല്ലോ. ജനനത്തെയോ ശരീരത്തെയോ ആശ്രയിച്ചല്ല, മറിച്ച് സാമൂഹിക ഇടപെടലിലൂടെയും സാമൂഹിക വഴക്കങ്ങളിലൂടെയും ഉണ്ടാകുന്ന ശീലങ്ങളിലൂടെയാണ് ലിംഗപദവി നിശ്ചയിക്കപ്പെടുന്നത്. സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിൽ ഒരു വ്യക്തിയുടെ സ്ഥാനമാണ് പദവി. സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിൽ വ്യക്തികൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ നിർവചിക്കപ്പെടുന്നുവെന്നും ഉള്ളതിൻ്റെ നിർണായക ഘടകമാണ് പദവി. എല്ലാ സമൂഹങ്ങളും അതിനുള്ളിലെ അംഗങ്ങളെ പദവിക്കനുസരിച്ച് വർഗീകരിച്ചിട്ടുണ്ട്. അതിലൂടെ സാമൂഹിക ശ്രേണീകരണം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സമൂഹത്തിൽ വ്യക്തികൾ ഉയർന്ന പദവിയുള്ളവരെന്നും താഴ്ന്ന പദവിയുള്ളവരെന്നും നിശ്ചയിക്കപ്പെടുന്നു. ലിംഗഭേദത്തിൽ നിന്ന് ലിംഗപദവി വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായല്ലോ. ജനനത്തെയോ ശരീരത്തെയോ ആശ്രയിച്ചല്ല, മറിച്ച് സാമൂഹിക ഇടപെടലുകളിലൂടെയും സാമൂഹിക വഴക്കങ്ങളിലൂടെയും ഉണ്ടാകുന്ന ശീലങ്ങളിലൂടെയാണ് ലിംഗപദവി നിശ്ചയിക്കപ്പെടുന്നത്. സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിൽ ഒരു വ്യക്തിയുടെ സ്ഥാനമാണ് പദവി. സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിൽ വ്യക്തികൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ നിർവചിക്കപ്പെടുന്നുവെന്നും ഉള്ളതിൻ്റെ നിർണായക ഘടകമാണ് പദവി. എല്ലാ സമൂഹങ്ങളും അതിനുള്ളിലെ അംഗങ്ങളെ പദവിക്കനുസരിച്ച് വർഗീകരിച്ചിട്ടുണ്ട്. അതിലൂടെ സാമൂഹിക ശ്രേണീകരണം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സമൂഹത്തിൽ വ്യക്തികൾ ഉയർന്ന പദവിയുള്ളവരെന്നും താഴ്ന്ന പദവിയുള്ളവരെന്നും നിശ്ചയിക്കപ്പെടുന്നു. അടുത്തത് സാമൂഹിക ശ്രേണീകരണം, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സമൂഹത്തിലെ വ്യക്തികളെ തുല്യതയില്ലാത്ത തരത്തിൽ വിവിധ തട്ടുകളിലായോ ശ്രേണികളിലായോ സാമൂഹികമായി സ്ഥാനപ്പെടുത്തുന്നതാണ് സാമൂഹിക ശ്രേണീകരണം. ഉയർന്ന തട്ടിലായി സ്ഥാനപ്പെടുത്തപ്പെട്ടവർക്ക് സമൂഹത്തിൽ ഉന്നത പദവികളും താഴ്ന്ന തട്ടിലായി സ്ഥാനപ്പെടുത്തപ്പെട്ടവർക്ക് സമൂഹത്തിൽ താഴ്ന്ന തരം പദവിയും ലഭിക്കുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടിമത്ത വ്യവസ്ഥ, ജാതി വ്യവസ്ഥ തുടങ്ങിയവ സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില സാമൂഹിക ശ്രേണികൾക്ക് ഉദാഹരണങ്ങളാണ്. അതായത് സമൂഹത്തിലെ വ്യക്തികളെ തുല്യതയില്ലാത്ത തരത്തിൽ വിവിധ തട്ടുകളിലായോ ശ്രേണികളിലായോ സാമൂഹികമായി സ്ഥാനപ്പെടുത്തുന്ന പ്രക്രിയയാണ് സാമൂഹിക ശ്രേണീകരണം. അടിമത്ത വ്യവസ്ഥ, ജാതി വ്യവസ്ഥ എന്നിവയ്ക്ക് അതിന് ഉദാഹരണമാണ്. ഉയർന്ന തട്ടിലായി സ്ഥാനപ്പെടുത്തപ്പെട്ടവർക്ക് സമൂഹത്തിൽ ഉന്നത പദവികളും താഴ്ന്ന തട്ടിലായി സ്ഥാനപ്പെടുത്തപ്പെട്ടവർക്ക് താഴ്ന്ന തരം പദവിയും ലഭിക്കുന്ന രീതിയാണ് സാമൂഹിക ശ്രേണീകരണം. അടുത്തത് ക്ലോഡിയ ഗോൾഡിൻ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. തൊഴിൽ രംഗത്തെ സ്ത്രീകളെക്കുറിച്ചായിരുന്നു പഠനം. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചായിരുന്നു ഗവേഷണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. അപ്പോൾ 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ക്ലോഡിയ ഗോൾഡിൻ. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിയതിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ക്ലോഡിയ ഗോൾഡിന് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. അടുത്തത് ലിംഗപദവിപരമായ പങ്കുകൾ, ജെൻഡർ റോൾസ്. നിനക്ക് ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? എനിക്ക് കാറോട്ട മത്സരം വളരെ ഇഷ്ടമാണ്. ഭാവിയിൽ ഒരു കാർ റേസർ ആവാനാണ് എനിക്ക് ആഗ്രഹം. അതൊക്കെ പെൺകുട്ടികൾക്ക് പറ്റുമോ? 3 കൂട്ടുകാർ തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ സംഭാഷണത്തോടെ നിങ്ങളുടെ പ്രതികരണം എന്താണ്? ചില ജോലികൾ ചില ലിംഗപദവിയിലുള്ളവർ മാത്രമേ ചെയ്യാവൂ എന്ന പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാസ്തവത്തിൽ ജോലികൾക്ക് ഇത്തരത്തിൽ ആൺ പെൺ ഭേദമുണ്ടോ? നമ്മൾ കേട്ടിട്ട് ഇപ്പോഴും സമൂഹത്തിൽ നിലനിന്ന് വരുന്ന ഒരു ഇതാണ്, ചില ജോലികൾ ആണുങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അടുത്ത് നോക്കാം. ഒരു പദവിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ് പങ്ക്. ഒരു സമൂഹത്തിൽ പുരുഷനും സ്ത്രീയും എങ്ങനെയൊക്കെ സംസാരിക്കണം, ചിന്തിക്കണം, വസ്ത്രം ധരിക്കണം, പെരുമാറണമെന്നും എന്തൊക്കെ ജോലികൾ ചെയ്യണമെന്നുമുള്ള പ്രതീക്ഷകളാണ് ലിംഗപദവിപരമായ പങ്ക് എന്ന പദം സൂചിപ്പിക്കുന്നത്. ഒരു സമൂഹം പുരുഷത്വത്തോടും സ്ത്രീത്വത്തോടും ബന്ധപ്പെടുത്തുന്ന പ്രത്യേക സ്വഭാവങ്ങളും മനോഭാവങ്ങളും പ്രവർത്തനങ്ങളുമാണ് ലിംഗപദവിപരമായ പങ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിൽ വരുമാനം ഉണ്ടാക്കേണ്ടത് പുരുഷനും വീട്ടുജോലികൾ ചെയ്യേണ്ടത് സ്ത്രീകളുമാണ് എന്ന ധാരണ ചില സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഈ പങ്കുകൾ വ്യക്തികളുടെ തെരഞ്ഞെടുപ്പുകൾ പരിമിതപ്പെടുത്തുന്നു. ലിംഗപദവിപരമായ പങ്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിരവധി വഴക്കങ്ങളും ശീലങ്ങളും പ്രകടമാണ്. അടുത്തത് ലിംഗപദവിയും സാമൂഹിക വഴക്കങ്ങളും. ഇന്ത്യയിൽ മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന സതി എന്ന സാമൂഹിക അനാചാരത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണിത്. അത് സതി എന്ന ഭർത്താവ് മരിച്ചാൽ ഭാര്യ അയാളുടെ ചിതയിൽ ചാടി ജീവൻ വെടിയണമെന്ന അനാചാരമായിരുന്നു സതി. ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു സാമൂഹിക അനാചാരമായിരുന്നു തൊട്ടുകൂടായ്മ. വ്യക്തികളെ വ്യത്യസ്ത ജാതിയിൽ ഉൾപ്പെടുത്തി
അതിൽ താഴ്ന്ന ജാതിയായി കരുതപ്പെട്ടവർ ഉയർന്ന ജാതിയായി കരുതപ്പെട്ടവരിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചു മാത്രമേ സമൂഹത്തിൽ ഇടപെടാൻ പാടുള്ളൂ എന്ന അനാചാരമായിരുന്നു തൊട്ടുകൂടായ്മ. സതിയും തൊട്ടുകൂടായ്മയും പണ്ടുകാലങ്ങളിൽ നിയമം പോലെ പരിപാലിച്ചിരുന്നവയാണ്. എന്നാൽ പിന്നീട് സാമൂഹിക പരിഷ്കരണങ്ങളുടെ ഭാഗമായി നിയമനിർമ്മാണത്തിലൂടെ അവ നിരോധിക്കപ്പെട്ടു. അപ്പോൾ 1987 സതി നിരോധന നിയമത്തിലൂടെയാണ് ഇന്ത്യൻ പാർലമെന്റ് സതി നിരോധിച്ചത്. സ്വമേധയാലോ നിർബന്ധപൂർവമോ സതി ആചരിക്കുന്നതും സതി സമ്പ്രദായത്തെ അനുകൂലിച്ച് പ്രസ്താവന നടത്തുന്നതും ഈ നിയമം നിരോധിക്കുന്നു. ഭരണഘടനയുടെ അനുച്ഛേദം 17 1955 പൗരാവകാശ സംരക്ഷണ നിയമത്തിലൂടെയുമാണ് ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്ന അനാചാരം നിരോധിക്കപ്പെട്ടത്. എഴുതപ്പെടാത്തതും എന്നാൽ ഒരു സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതുമായ ചില വഴക്കങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവയാണ് സാമൂഹിക വഴക്കങ്ങൾ. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, പെരുമാറ്റങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. ഒരു വ്യക്തിയെ കാണുമ്പോൾ അഭിവാദനം ചെയ്യുന്നതും നന്ദി പറയുന്നതുമൊക്കെ വഴക്കങ്ങളാണ്. അടുത്തത് ലിംഗപദവി വാർപ്പ് മാതൃകകൾ, ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. അതിൻ്റെ കുറച്ച് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. എല്ലാ സ്ത്രീകളും വാത്സല്യമുള്ളവരാണ്. കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. പ്രയാസമേറിയ ജോലികൾ കൂടുതലും പുരുഷന്മാരാണ് ചെയ്യുന്നത്. സ്പോർട്സ്, ഡ്രൈവിംഗ് എന്നിവ കൂടുതലായും യോജിച്ചത് ആൺകുട്ടികൾക്കാണ്. സ്ത്രീകൾക്ക് പൊതുവെ കഠിനമായ ശാരീരികാധ്വാനം ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ കഴിയില്ല. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഇവ പരമ്പരാഗതമായി സമൂഹം തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമല്ലേ? സ്ത്രീയുടെയും പുരുഷന്റെയും ഗുണങ്ങൾ എന്ന രീതിയിൽ സമൂഹം തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ അവരുടെ അടിസ്ഥാന ഗുണങ്ങൾ എന്ന രീതിയിൽ പൊതുവെ പലരും കാണുന്നു. ഇത്തരത്തിൽ വസ്തുതയില്ലാത്തതോ ഭാഗികമായി മാത്രം ശരിയാവുന്നതോ ആയ ചില കാര്യങ്ങളെ സ്ത്രീയുടെയോ പുരുഷന്റെയോ അടിസ്ഥാന ഗുണങ്ങളാക്കി വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിലൂടെ വാർപ്പ് മാതൃക സൃഷ്ടിക്കപ്പെടുന്നു. വാർപ്പ് മാതൃക എന്ന് പറഞ്ഞാൽ സാമാന്യവൽകൃതമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സവിശേഷ വിഭാഗങ്ങളെയും ജനതകളെയും സാമൂഹികമായി വർഗീകരിക്കുന്ന രീതിയാണ് വാർപ്പ് മാതൃക. വർഗം, ജാതി, മതം, തൊഴിൽ, ഭാഷ, ലിംഗപദവി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വാർപ്പ് മാതൃകകൾ രൂപവൽക്കരിക്കാറുണ്ട്. വാർപ്പ് മാതൃക എന്ന് പറഞ്ഞാൽ സാമാന്യവൽകൃതമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സവിശേഷ വിഭാഗങ്ങളെയും ജനതകളെയും സാമൂഹികമായി വർഗീകരിക്കുന്ന രീതിയാണ് വാർപ്പ് മാതൃക. വർഗം, ജാതി, മതം, തൊഴിൽ, ഭാഷ, ലിംഗപദവി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വാർപ്പ് മാതൃകകൾ രൂപീകരിക്കാറുണ്ട്. നേഴ്സാവാൻ നല്ലത് സ്ത്രീകളാണ്, പുരുഷന്മാർ അതിന് അനുയോജ്യരല്ല എന്നത് ലിംഗപദവുമായി ബന്ധപ്പെട്ട വാർപ്പ് മാതൃകയ്ക്ക് ഒരു ഉദാഹരണമാണ്. ലിംഗപദവിപരമായ പങ്കുകൾ, വഴക്കങ്ങൾ, വാർപ്പ് മാതൃകകൾ എന്നിവയാണ് ലിംഗപദവി വ്യത്യാസത്തിന് കാരണം. മാധ്യമങ്ങളും ലിംഗപദവി വാർപ്പ് മാതൃകകളും. ടെലിവിഷനിലും ഓൺലൈൻ സ്ട്രീമിംഗ് രംഗങ്ങളിലും പരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? താഴെ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാനും ഉപയോഗിച്ച് കാണിക്കാനും അഭിനയിക്കാനും സ്ക്രീനിൽ വരുന്നത് കൂടുതലും സ്ത്രീയാണ് പുരുഷനാണ്. കറിപ്പൊടികൾ, പാത്രം കഴുകുന്ന സാമഗ്രികൾ, ബൈക്കുകൾ, കാറുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കായിക ഉൽപ്പന്നങ്ങളും, പാത്രങ്ങൾ, സ്റ്റൗ മുതലായ അടുക്കള സാമഗ്രികൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, സിമന്റ്. അപ്പോൾ കറിപ്പൊടികൾ, പാത്രം കഴുകുന്ന സാമഗ്രികൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാത്രങ്ങൾ, സ്റ്റൗ മുതലായ അടുക്കള സാമഗ്രികളുടെയൊക്കെ പരസ്യത്തിന് വരുന്നത് സ്ത്രീകളാണ്. ബൈക്കുകളും കാറുകളും, കായിക ഉൽപ്പന്നങ്ങൾ, സിമന്റ്, സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ പരസ്യത്തിന് വരുന്നത് കൂടുതലും പുരുഷന്മാരാണ്. കൂടുതൽ പരസ്യങ്ങൾ നിരീക്ഷിക്കുക. ഏത് ലിംഗപദവിയിലുള്ള വ്യക്തിയെയാണ് കൂടുതലായും ഇവയിൽ കാണപ്പെടുന്നത്? പരസ്യങ്ങൾ ലിംഗപദവി വാർപ്പ് മാതൃകകളെ നല്ല രീതിയിൽ ബലപ്പെടുത്തുന്നതായി കാണാം. ഭാഷയും ലിംഗപദവി വാർപ്പ് മാതൃകയും. നാം ഉപയോഗിക്കുന്ന ഭാഷകളിലും ലിംഗപദവി വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഭാഷകളിൽ നാമപദങ്ങളെ ആൺ, പെൺ എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട്. പൗരൻ, മനുഷ്യൻ തുടങ്ങി പുരുഷനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ എങ്ങനെയാവും എല്ലാവരെയും സൂചിപ്പിക്കുന്ന പൊതുവാക്കുകളായി മാറിയത്? ഉദാഹരണത്തിന് പുരുഷ ഡോക്ടർ എന്ന് പറയാതിരിക്കുകയും ലേഡി ഡോക്ടർ എന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡോക്ടർ എന്ന വാക്ക് മാത്രം പറഞ്ഞാൽ അത് കൂടുതലും പുരുഷനെ മാത്രം അഭിസംബോധന ചെയ്യുന്ന വാക്കായി തോന്നുന്നത്? പുരുഷൻ മാത്രം കൈകാര്യം ചെയ്തിരുന്ന കാര്യങ്ങൾ സംബന്ധിച്ച വാക്കുകളും പ്രയോഗങ്ങളും എല്ലാം തന്നെ ഇത്തരത്തിലാണ് ഇപ്പോഴും പ്രയോഗിച്ചു വരുന്നത്. ഇത്തരം പ്രയോഗങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിലൂടെ വാർപ്പ് മാതൃകകൾ ഉറപ്പിക്കപ്പെടുന്നു. ഭാഷ വഴിയുള്ള ഇത്തരം വാർപ്പ് മാതൃക ഉറപ്പിക്കലിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം? ലിംഗപദവി ഉൾച്ചേർന്ന പദങ്ങളും പ്രയോഗങ്ങളും ഇതിനെ ചെറുക്കാനുള്ള മാർഗങ്ങളാണ്. ചുവടെ നൽകിയിരിക്കുന്ന പദങ്ങൾ ശ്രദ്ധിക്കൂ. ടീച്ചർ, എഞ്ചിനീയർ, നേഴ്സ്. ഈ പദങ്ങൾ പുരുഷനെയും സ്ത്രീ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നവയാണ്. ഭാഷയിൽ ഉപയോഗിക്കുന്ന ലിംഗപദവി ഉൾച്ചേർന്ന പദങ്ങൾക്ക് ഉദാഹരണങ്ങളാണിത്. ലിംഗപദവി വാർപ്പ് മാതൃകകളെ ബലപ്പെടുത്തുന്ന ഘടകങ്ങളാണ് മാധ്യമങ്ങളും ഭാഷയും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കല, സാഹിത്യം മുതലായവയും ലിംഗപദവി വാർപ്പ് മാതൃകകളെ ബലപ്പെടുത്തുന്നു. ലിംഗപദവിപരമായ പങ്കുകളും വഴക്കങ്ങളും വാർപ്പ് മാതൃകകളും ലിംഗപദവി വ്യത്യാസത്തിലേക്ക് നയിക്കുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇവ സമൂഹത്തിൽ ലിംഗപദവി അധിഷ്ഠിതമായ അതിക്രമങ്ങൾക്കും ലിംഗവിവേചനങ്ങൾക്കും കാരണമാകുന്നു. ഇങ്ങനെ സമൂഹത്തിൽ പുരുഷനും സ്ത്രീക്കും മറ്റ് ലിംഗപദവിയിലുള്ളവർക്കും തുല്യമല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു.
ലിംഗപദവിപരമായ പങ്കുകളും വഴക്കങ്ങളും വാർപ്പുമാതൃകകളും ലിംഗപദവി വ്യത്യാസത്തിലേക്ക് നയിക്കുന്നു. ലിംഗപദവി അധിഷ്ഠിതമായ അതിക്രമങ്ങൾക്കും ലിംഗവിവേചനങ്ങൾക്കും ഇത് കാരണമാകുന്നു. ഇങ്ങനെ സമൂഹത്തിൽ പുരുഷനും സ്ത്രീക്കും മറ്റ് ലിംഗപദവിയിലുള്ളവർക്കും തുല്യമല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ലിംഗപദവി അധിഷ്ഠിതമായ അതിക്രമങ്ങൾ. ജെൻഡർ ബേസ്ഡ് വയലൻസ്. സ്ത്രീധനത്തിന്റെ പേരിൽ ഉപദ്രവം. ഭർത്തൃവീട്ടുകാർക്കെതിരെ കേസ്. ട്രാൻസ്ജെൻഡർ വ്യക്തിയെ പൊതുയിടങ്ങളിൽ അവഹേളിച്ചു. ട്രാൻസ്ജെൻഡർ സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുത്ത പോലീസ്. ഇനിയൊരാൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവരുത്. ലൈംഗിക അതിക്രമം അതിജീവിച്ച അതിജീവിത മാധ്യമങ്ങളോട്. ഭ്രൂണഹത്യയ്ക്ക് സഹായിച്ചു. ഡോക്ടറുടെയും ആശുപത്രിയുടെയും ലൈസൻസ് റദ്ദാക്കി. തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമം. പോലീസിന് റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥാപനത്തിലെ നടപടി. ഏതൊക്കെ സാമൂഹിക പ്രശ്നങ്ങളാണ് ഈ വാർത്താ തലക്കെട്ടുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്? ഇവയ്ക്ക് ലിംഗപദവി അധിഷ്ഠിതമായ അതിക്രമങ്ങളാണോ? നമ്മുടെ സമൂഹത്തിൽ തുല്യ ലിംഗപദവി ലഭ്യമാകുന്നുണ്ടോ? ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ന്യായ സമൂഹത്തിന് യോജിച്ചതാണോ? ന്യായ സമൂഹം എന്നാൽ ജാതി, മതം, ലിംഗപദവി എന്നീ ഭേദങ്ങളില്ലാതെ എല്ലാ അംഗങ്ങൾക്കും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ലഭ്യമാകുന്ന ഒരു സമൂഹമാണ് ന്യായ സമൂഹം. എല്ലാ അംഗങ്ങൾക്കും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയും. ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയും. അടുത്തത് ലിംഗവിവേചനമില്ലാത്ത ലോകം. മേൽമുണ്ട് സമരം. വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തിവന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാത്യാചാരത്തിന്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അടുത്തത് കല്ലുമാല സമരം. അധസ്ഥിത വിഭാഗമായി കണക്കാക്കിയിരുന്ന പുലയ വിഭാഗത്തിലെ സ്ത്രീകൾ ജാതീയതയുടെ അടയാളമായി കല്ല്, കുപ്പിച്ചില്ല് തുടങ്ങിയവ കൊണ്ടുള്ള മാലകൾ നിർബന്ധിതമായി അണിയേണ്ടിയിരുന്നു. ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്തെ പെരിനാട്ടിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം. ഇതിന് പെരിനാട് ലഹള എന്നും പേരുണ്ട്. നമ്മൾ കേരള ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ മേൽമുണ്ട് സമരം, കല്ലുമാല സമരമൊക്കെ വിവേചനത്തിനെതിരെ നടന്ന സമരങ്ങളാണ്. ജാതി വിവേചനത്തോടൊപ്പം അധികമായി ലിംഗവിവേചനം കൂടി നേരിട്ട സ്ത്രീകൾ ചരിത്രത്തിൽ നടത്തിയ പോരാട്ടങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങളാണിവ. നിലനിന്നിരുന്ന വാർപ്പ് മാതൃകകൾ, വഴക്കങ്ങൾ എന്നിവയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ വിവേചനങ്ങളെ അതിജീവിച്ചത്. ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ട് മുകളിൽ നൽകിയിരിക്കുന്ന വാർത്തകൾ ശ്രദ്ധിക്കും. ലിംഗവിവേചന വാക്കുകൾ കോടതിയിൽ നിന്ന് ഒഴിവാക്കി. വാർപ്പ് മാതൃക പൊളിച്ച് സുപ്രീം കോടതി. ലിംഗസമത്വത്തിനെതിരെ സംസാരിച്ചു. ജീവനക്കാരനെ പിരിച്ചുവിട്ടു. സ്പെയിനിലെ തൊഴിലിടങ്ങളിൽ ലിംഗവിവേചനം വെളിപ്പെടുത്തി. 200-ലധികം സ്ത്രീകൾ. ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുരോഗമനപരമായ നിലപാട് കൈക്കൊള്ളും. കാനഡ പ്രധാനമന്ത്രി. വിവിധ ലിംഗപദവിയിൽ ഉള്ളവർക്ക് തുല്യമായ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എങ്കിലും സവിശേഷമായ ലിംഗപദവിയിൽ ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ ചില മേഖലകളിൽ ലഭിക്കുന്നുണ്ടോ? ലിംഗപദവികൾക്കിടയിലെ തുല്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാന കാരണമാണ് ലിംഗപദവി വിവേചനം. ഒരു ലിംഗപദവിയുടെ ആധിപത്യത്തിന് വേണ്ടി മറ്റു ലിംഗപദവികളെ അടിച്ചമർത്തുന്ന പ്രക്രിയയാണ് ലിംഗപദവി വിവേചനം. അപ്പോൾ ഈ വാർത്തകളിൽ നിന്നൊക്കെ ലിംഗപദവി വിവേചനം പലയിടത്തും നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ലിംഗപദവികൾക്കിടയിലെ തുല്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാന കാരണമാണ് ലിംഗപദവി വിവേചനം. ഒരു ലിംഗപദവിയുടെ ആധിപത്യത്തിന് വേണ്ടി മറ്റു ലിംഗപദവികളെ അടിച്ചമർത്തുന്ന പ്രക്രിയയാണ് ലിംഗപദവി വിവേചനം. ഭരണഘടനയിലെ ലിംഗപദവി. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 14 എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒരു വ്യക്തിയും ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടരുതെന്ന് അനുച്ഛേദം 15 പ്രസ്താവിക്കുന്നു. ലിംഗഭേദത്തോടൊപ്പം ലിംഗപദവിയും വ്യക്തികളുടെ സാമൂഹിക നിലയുടെ അടിസ്ഥാനമാണെന്ന് 2014 സുപ്രീം കോടതി പറയുകയുണ്ടായി. അപ്പോൾ ഭരണഘടനയിലെ ലിംഗപദവിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 14 എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒരു വ്യക്തിയും ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടരുതെന്ന് അനുച്ഛേദം 15 പ്രസ്താവിക്കുന്നു. ലിംഗഭേദത്തോടൊപ്പം ലിംഗപദവിയും വ്യക്തികളുടെ സാമൂഹിക നിലയുടെ അടിസ്ഥാനമാണെന്ന് 2014 സുപ്രീം കോടതി പറയുകയുണ്ടായി. ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്ന് 2014 നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യാഖ്യാനിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്ന് 2014 നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യാഖ്യാനിച്ചു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ബോക്സിൽ കൊടുത്ത കാരണം തന്നെ PSCക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ആ കേസ് ഏത് കേസ്? ലിംഗപദവിയുമായി സുപ്രീം കോടതി ബന്ധപ്പെട്ട കേസ് ഏതാണെന്ന് ചോദിക്കാം. നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയാണത്. ഇന്ത്യൻ ഭരണഘടനയിലെ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട ചില അനുച്ഛേദങ്ങൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട ചില അനുച്ഛേദങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അനുച്ഛേദം 14 എല്ലാ ലിംഗപദവികളുടെയും തുല്യാവകാശം. അനുച്ഛേദം 15 ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാവാൻ പാടില്ല.
അനുച്ഛേദം 16 എല്ലാ ലിംഗ പദവികൾക്കും അവസര സമത്വം. അനുച്ഛേദം 19(1) എല്ലാ ലിംഗ പദവികൾക്കും സ്വതന്ത്രമായി വേഷം, പെരുമാറ്റം, പ്രവൃത്തികൾ എന്നിവയിലൂടെ ലിംഗപദവി പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. അനുച്ഛേദം 21 എല്ലാ ലിംഗ പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്. അനുച്ഛേദം 51(e) സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ്. അപ്പോൾ അനുച്ഛേദം 14 എല്ലാ ലിംഗ പദവികളുടെയും തുല്യാവകാശത്തെക്കുറിച്ച് പറയുന്നു. അനുച്ഛേദം 15 ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാവാൻ പാടില്ല. അനുച്ഛേദം 16 എല്ലാ ലിംഗ പദവികൾക്കും അവസര സമത്വം. അനുച്ഛേദം 19(1) എല്ലാ ലിംഗ പദവികൾക്കും സ്വതന്ത്രമായി വേഷം, പെരുമാറ്റം, പ്രവൃത്തികൾ എന്നിവയിലൂടെ ലിംഗപദവി പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. അനുച്ഛേദം 21 എല്ലാ ലിംഗ പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്. അപ്പോൾ ഈ അനുച്ഛേദങ്ങളെല്ലാം മൗലിക അവകാശങ്ങളിൽ പെടുന്നവയാണ്. ഇതിന് ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. പിന്നെ അനുച്ഛേദം 51(e) മൗലിക കർത്തവ്യമായി പറയുന്നതാണ് സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കണമെന്നത്. ഇതെല്ലാം ഉറപ്പായും നിലനിൽക്കേണ്ട ഒരു ന്യായ സമൂഹമാണ് രാജ്യത്തുണ്ടാകേണ്ടത് എന്ന നിലപാടാണ് നമ്മുടെ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരമൊരു ന്യായ സമൂഹത്തിൽ ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തുല്യമായി എല്ലാ ലിംഗ പദവികൾക്ക് ലഭിക്കുന്നുണ്ടോ? എല്ലാ ലിംഗ പദവികൾക്ക് ഇപ്പോഴും ഇതൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അസമത്വങ്ങൾ നിലനിൽക്കാത്ത ഒരു ന്യായ സമൂഹത്തെയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. തുല്യനീതികളുടെ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാ ലിംഗ പദവിയിലുള്ളവരും തുല്യമായി പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യമങ്ങൾ നടക്കേണ്ടതുണ്ട്. ഈ ഉൾച്ചേർക്കൽ പ്രക്രിയയിൽ സമൂഹത്തിൽ ഓരോ അംഗവും പങ്കാളിയാവേണ്ടത് ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അസമത്വങ്ങൾ നിലനിൽക്കാത്ത ഒരു ന്യായ സമൂഹത്തെയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ഭരണഘടന ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അത് സമൂഹത്തിൽ പ്രാബല്യത്തിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാ ലിംഗ പദവിയിലുള്ളവരോടും തുല്യമായി പരിഗണിക്കുന്നതിനുള്ള ഉദ്യമങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. ഈ ഉൾച്ചേർക്കൽ പ്രക്രിയയിൽ സമൂഹത്തിലെ ഓരോ അംഗങ്ങളും പങ്കാളിയാവേണ്ടത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ PDF എൻ്റെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.